നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. നാട്ടുകാർ ഭീതിയിൽ. തളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണ് അപകടം. ഒരു കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറും തകർന്നു. ആളുകൾ ഓടിമറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ അമ്മയും മകനും മരിച്ചു. മാട്ടുമന്ത സ്വദേശി അഞ്ജു, മകൻ 2 വയസ്സുള്ള ശ്രീയാൻ ശരത് എന്നിവരാണ് മരിച്ചത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 2 ബ്രാഞ്ച് കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. മണ്ണാർക്കാട് ടൗൺ A, B ബ്രാഞ്ച് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. ബ്രാഞ്ചിൽ അംഗങ്ങളുടെ എണ്ണം കുറവെന്ന് ലോക്കൽ സെക്രട്ടറി. കാലാവധി കഴിഞ്ഞിട്ടും കെട്ടിടം ഒഴിയാത്തതിൽ കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ വിദേശ മദ്യശാലയിലെ ജീവനക്കാരെ കെട്ടിട ഉടമ പൂട്ടിയിട്ടു. കെട്ടിടത്തിൽ കുടുങ്ങിയ ജീവനക്കാരെ മോചിപ്പിച്ചത് പോലീസ് എത്തി. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലാണ് പുലി പ്രത്യക്ഷപ്പെട്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണ്ണാർമല മാട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ചിരുന്നു. ഈ ഭാഗത്ത് നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. അതോടെ ഈ ഭാഗങ്ങളിൽ പുലി ഇറങ്ങിയതായി സ്ഥിരീകരിച്ചു. CCTVയിൽ കാണുന്ന മൃഗം പുലിയാണെന്ന് വ്യക്തമാണ്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹൈദറിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ഇവിടെ CCTV സ്ഥാപിച്ചത്. മണ്ണാർമലയിലെ പുലിഭീതി നിരന്തരമായിട്ട് ഉന്നയിക്കുന്നൊരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പുലിയെ നിരീക്ഷണ ക്യാമറ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഞങ്ങൾ കാണിച്ചതുമാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അതിന് ശേഷവും ഇവിടെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെയ് 2025 1-ാം തീയതി രാത്രി 11:45 വ്യാഴാഴ്ച രാത്രി 11:45 വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയെ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ 1 മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് ഇവർ അറിയിക്കുകയും അവർ കെണി സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് മലപ്പുറത്ത് തൃക്കനങ്ങോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത്. അപ്പൊ അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു. അപ്പൊ അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ 2-3 പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ 1 ആഴ്ചത്തോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ ആ ഒരു പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത്. ഞങ്ങൾ പല രീതിയിലും ഇപ്പോൾ നമ്മളിത് സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല. വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പുലി പാസ് ചെയ്യുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു പുലി നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനെ പിടിക്കാൻ കുറച്ച് ഗൗരവപൂർവ്വം തന്നെ ശ്രദ്ധാപൂർവ്വം ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഒരു കെണി മാത്രം വെച്ചത് കൊണ്ട് കാര്യമില്ല. അതിനെ പിടിക്കാൻ അത്രയും നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു വല രൂപത്തിൽ വല വെച്ചുകാണ്ട് പിടിക്കുക, അല്ലെങ്കിൽ മയക്കുവെടി വെച്ചുകാണ്ട് പിടിക്കേണ്ട ഒക്കെ സാഹചര്യത്തിൽ അത്രയും ക്ലിയർ ആയിട്ട് പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവപൂർവ്വം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ആശങ്കയെ അകറ്റണം എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പുലി ഇറങ്ങിയതിനെ തുടർന്ന് ഭീതിയിലാണ് നാട്ടുകാർ. പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോറസ്റ്റർ അൽത്താഫ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സൽമാൻ, ഹാരിസ്, സനൽകുമാർ, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മുമ്പ് പുലിയെ കണ്ടപ്പോൾ പിടികൂടാൻ വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുലിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. കാടുവഴിയുള്ള യാത്രക്കാർ മുമ്പ് വിവിധ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് പുലികളെ കണ്ടിട്ടുണ്ട്. വീണ്ടും പുലിയെ കണ്ടതായുള്ള സാഹചര്യത്തിൽ പിടികൂടാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.
മുണ്ടക്കോട്ട് കുറിശ്ശിയിലുള്ള ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണ് അപകടം. ഒരു കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറും പൂർണ്ണമായും തകർന്നു. വലിയ ശബ്ദം കേട്ട് ആളുകൾ ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 10:15ഓടെയാണ് സംഭവം. ആശുപത്രിക്ക് മുന്നിലെ പടുകൂറ്റൻ മാവാണ് ഒരു വശം അടിയിൽ നിന്നും പിളർന്ന് പൊട്ടിവീണത്. ഈ സമയം ആശുപത്രിയിൽ നിരവധി ആളുകളുണ്ടായിരുന്നു. വലിയ ശബ്ദം കേട്ട് ആശുപത്രി അങ്കണത്തിൽ ഉണ്ടായിരുന്നവർ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. മാവിനടിയിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയും കാറും പൂർണ്ണമായും തകർന്നു. മറ്റു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടാവസ്ഥയിൽ നിന്നിരുന്ന ഈ മാവ് വെട്ടിമാറ്റണമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിരന്തരം ആവശ്യമുയർന്നിരുന്നു. എന്നാൽ നടപടി ഉണ്ടായിരുന്നില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വലിയ അപകടം ഒഴിവായത്. പാലക്കാട് സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. മാട്ടുമന്ത സ്വദേശി അഞ്ജു, മകൻ 2 വയസ്സുള്ള ശ്രീയാൻ ശരത് എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 10:45ഓടെയാണ് അപകടമുണ്ടായത്. മാട്ടുമന്തയിൽ നിന്നും വരിക്കാശ്ശേരി മന കാണാൻ വരികയായിരുന്നു ഇവർ. കിഴക്കഞ്ചേരി കാവ് പരിസരത്ത് വെച്ച് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് റോഡിനരികെയുള്ള ഇരുമ്പ് പൈപ്പുകളിൽ തലയിടിച്ച് വീഴുകയായിരുന്നെന്ന് പറയുന്നു. സ്കൂട്ടറിലുണ്ടായിരുന്ന അഞ്ജുവിന്റെ സുഹൃത്ത് സൂര്യലക്ഷ്മിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനാംകുറിശ്ശിയിൽ വാഹനാപകടം. ബസ് ഉൾപ്പെടെ 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനാംകുറിശ്ശി ചട്ടിപ്പറമ്പ് മാർക്കറ്റ് പരിസരത്താണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ അപകടമുണ്ടായത്. കുളപ്പുള്ളി ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ബൊലോറോ ജീപ്പും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കാലാവധി കഴിഞ്ഞിട്ടും കെട്ടിടം ഒഴിയാത്തതിൽ കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ വിദേശ മദ്യശാലയിലെ ജീവനക്കാരെ കെട്ടിട ഉടമ പൂട്ടിയിട്ടു. പോലീസ് എത്തിയാണ് ജീവനക്കാരെ മോചിപ്പിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കെട്ടിട ഉടമ രാജൻ മദ്യശാലയ്ക്ക് പൂട്ടിയിട്ടത്. കെട്ടിടത്തിന്റെ വാടക കാലാവധി അവസാനിച്ചിട്ടും ഒഴിയാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പൂട്ടിയിടൽ. 6 ജീവനക്കാർ വെള്ളിയാഴ്ച രാവിലെ താഴത്തെ ഷട്ടർ തുറന്ന് 1-ാം നിലയിലെ ഷോപ്പിലേക്ക് പ്രവേശിച്ചതിനു ശേഷമായിരുന്നു ഉടമ പൂട്ടിയിട്ടത്. ഇതോടെ ജീവനക്കാർ കെട്ടിടത്തിൽ കുടുങ്ങി. പോലീസ്, എക്സൈസ്, ബെവ്കോ തുടങ്ങിയവരെ വിവരമറിയിച്ച് പോലീസ് എത്തിയ ശേഷമാണ് കെട്ടിട ഉടമ ഷട്ടർ തുറന്നുകൊടുത്തത്. വാടക കാലാവധി കഴിഞ്ഞ് 8 മാസത്തോളം സൗജന്യമായി പ്രവർത്തിച്ചു. പലതവണ ഒഴിയാൻ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 30-ന് മുമ്പ് ഒഴിയാമെന്ന അധികൃതർ ഉറപ്പ് നൽകിയതാണ്. മെയ് 2-ന് വീണ്ടും തുറന്നു. ഗ്രീൻഫീൽഡ് ഹൈവേ ഏറ്റെടുത്ത സ്ഥലമാണ്. വൈദ്യുതി വിച്ഛേദിച്ച് രേഖ കൈമാറിയാലേ തനിക്ക് സ്ഥലത്തിൻ്റെ വില ലഭിക്കുമെന്നും രാജൻ പോലീസിനോട് പറഞ്ഞു. ഇതോടെ ഇനി വിൽപ്പന നടത്തുന്നില്ലെന്നും സ്റ്റോക്ക് എടുപ്പ് പൂർത്തിയാക്കി 2 ദിവസത്തിനുള്ളിൽ ഒഴിയാമെന്ന് ബെവ്കോ അധികൃതർ ഉറപ്പു നൽകിയാണ് പ്രതിസന്ധി അവസാനിപ്പിച്ചത്. CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയിലെ 2 ബ്രാഞ്ച് കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. മണ്ണാർക്കാട് ടൗൺ A, B ബ്രാഞ്ച് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. 2 ബ്രാഞ്ചിലും അംഗങ്ങൾ കുറവാണെന്നാണ് കാരണം പറയുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. പിരിച്ചുവിട്ട ടൗൺ A ബ്രാഞ്ചിൽ 11 അംഗങ്ങളും Bയിൽ 12 അംഗങ്ങളുമാണുള്ളത്. ഇവരെ മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് മാറ്റി. ടൗൺ കമ്മിറ്റി ഒഴിവാക്കി പാർട്ടി ഓഫീസ് ഉൾക്കൊള്ളുന്ന വാർഡായ ഉഭയമാർഗത്ത് ബ്രാഞ്ച് രൂപീകരിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ഇതോടെ ടൗണിൽ CPMന് ബ്രാഞ്ച് കമ്മിറ്റി ഇല്ലാതെയായി. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശി പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. 30 ബ്രാഞ്ചുകളാണ് മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റികളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ചങ്ങലേരി ഭാഗത്തെ 5 ബ്രാഞ്ച് കമ്മിറ്റികൾ കുമരമ്പത്തൂർ പഞ്ചായത്ത് പരിധിയിൽ വരുന്നതിനാൽ കുമരമ്പത്തൂർ ലോക്കലിലേക്ക് മാറ്റി. തെങ്കരയിൽ ഉണ്ടായിരുന്ന 3 ബ്രാഞ്ച് കമ്മിറ്റികൾ മണ്ണാർക്കാടേക്ക് മാറ്റി. 2 ആക്കണമെന്ന നിർദ്ദേശമുണ്ടെന്നും ഇത് ഒഴിവാക്കാനാണ് ലോക്കൽ കമ്മിറ്റികൾ പിരിച്ചുവിടുന്നതെന്ന ആരോപണവുമുണ്ട്. അതേസമയം പിരിച്ചുവിടപ്പെട്ട ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള അംഗങ്ങളെക്കാൾ കുറവുള്ള ലോക്കൽ കമ്മിറ്റികൾ നിലനിർത്തിയെന്ന ആരോപണവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും ലോക്കൽ സെക്രട്ടറി K മൻസൂർ പറഞ്ഞു. പാർട്ടി അംഗങ്ങൾ നിലവിൽ താമസിക്കുന്ന ബ്രാഞ്ചുകളിൽ പ്രവർത്തിക്കണമെന്ന പാർട്ടി നിർദ്ദേശമുണ്ട്. ഇതനുസരിച്ച് ടൗൺ ബ്രാഞ്ചിലെ അംഗങ്ങളെ അവർ താമസിക്കുന്ന ബ്രാഞ്ചുകളിലേക്ക് മാറ്റിയതോടെ 2 ബ്രാഞ്ചിലും അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇതേ തുടർന്നാണ് പിരിച്ചുവിട്ടതെന്നും മൻസൂർ മാധ്യമങ്ങളെ അറിയിച്ചു. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുകൾ ഇല്ലെന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ഫാർമസിയിൽ അടുത്ത ദിവസം തന്നെ മരുന്നുകൾ എത്തിക്കുമെന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം
ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലാണല്ലോ മരുന്ന് സപ്ലൈ അതിനുള്ള സംവിധാനങ്ങൾ സാർ ഉണ്ടാക്കേണ്ടതല്ലേ? ടോക്കൺ എടുക്കുന്നതിന് മുമ്പ് ആ രോഗിക്ക് ഇവിടെ മരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അത് വേണമെങ്കിൽ ടോക്കൺ എടുത്താൽ മതി. അല്ല, അത് എഴുതിയിരിക്കണം നല്ലൊരു കാര്യമാണ്. ഞാൻ ഒരു അസുഖമായിട്ട് വരികയാണ്, ഇവിടെ വരുമ്പോ അവിടെ ടോക്കൺ എടുത്തു, 10 മിനിറ്റ് ചെലവായി. അവിടെ നിന്ന് ക്യൂ നിന്നു, ടോക്കൺ നമ്പർ വിളിക്കുന്നവരെ അരമണിക്കൂർ. അപ്പോഴേക്കും ഇതിന്റെ അസുഖങ്ങൾ വർദ്ധിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മരുന്നുമില്ല. അപ്പൊ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മരുന്നില്ലാതൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആശുപത്രിക്ക് പോവും. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് മരുന്നുകൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുകൾ ഇല്ലാത്തതിനാൽ സാധാരണക്കാരടക്കം പുറത്തുനിന്നും പണം കൊടുത്ത് മരുന്നുകൾ വാങ്ങേണ്ട സ്ഥിതിയാണെന്നും നേതാക്കൾ പറഞ്ഞു. ഇതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് എത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ഫാർമസിക്ക് മുന്നിൽ മരുന്നില്ലെന്ന് പോസ്റ്റർ ഒട്ടിക്കുകയും അടുത്ത ദിവസം രാവിലെ മരുന്നുകൾ എത്തിക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ പരിപാടിയിൽ BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P. ജയരാജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് VP ഷാജു, മണ്ഡലം സെക്രട്ടറി P. വിജു, വാർഡ് മെമ്പർമാരായ AC സുബ്രഹ്മണ്യൻ, U. പ്രസീത, TG ശാലിനി, T. ബാബു, B. സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ പയ്യനടത്ത് ആൾ താമസമില്ലാത്ത വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും സൈക്കിളും കത്തിനശിച്ച നിലയിൽ. ചക്കരക്കുന്ന് കോവിലകത്ത് രാജേന്ദ്രൻ നായരുടെ സ്കൂട്ടറാണ് കത്തിനശിച്ചത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി രാജേന്ദ്രൻ നായരിൽ നിന്ന് ഏറ്റെടുത്ത സ്ഥലത്തെ വീട്ടിലാണ് സ്കൂട്ടറും സൈക്കിളും നിർത്തിയിരുന്നത്. വ്യാഴാഴ്ച രാവിലെ സ്കൂട്ടറിൽ പുറത്തുപോയി വന്നതിന് ശേഷമാണ് സ്കൂട്ടർ പഴയ വീട്ടിൽ നിർത്തിയത്. എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് നിർത്താറ്. വ്യാഴാഴ്ച രാത്രി പട്ടി കുരയ്ക്കുന്നത് കേട്ട് പന്നിയാണെന്ന് കരുതി പുറത്തിറങ്ങിയപ്പോഴാണ് പഴയ വീട്ടിൽ നിന്ന് തീ ആളുന്നത് കണ്ടത്. ഉടനെ അയൽക്കാരെ വിളിച്ചു വരുത്തി തീ അണയ്ക്കുകയായിരുന്നു. സ്കൂട്ടറും സൈക്കിളും പൂർണ്ണമായും കത്തി നശിച്ചു. അയൽക്കാരുടെ ഇടപെടലിലൂടെ വീട്ടിലേക്ക് തീ പടർന്നില്ല. ഉടമയുടെ പരാതിയെ തുടർന്ന് മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഞാനും എൻ്റെ ഭർത്താവും കൂടി ആസ്പത്രി മദർ കെയറിലെല്ലാം പോയി വന്നു. ഇവിടെ വന്ന് ഒരു 6:30 ആയപ്പോൾ ഇവിടെ വന്ന് വണ്ടി കൊണ്ട് നിർത്തി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിനുള്ളിൽ കയറി ഒന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരു 9 കാലമൊക്കെ കഴിഞ്ഞപ്പോൾ നായ ഇങ്ങനെ കുരയ്ക്കുന്നത് കേട്ടുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പന്നിയാവെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. നോക്കുമ്പോൾ അവിടുന്ന് തീ കത്തുന്നത് കണ്ടു. അതിൽ ഓടി വന്നു. പിന്നെ അടുത്ത വീട്ടിലെ ബാബു രാജേട്ടും കൂടി ഓടി ഇങ്ങോട്ട് വന്നു. നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലോണം തീ ആളി കത്തുന്നതാണ് കണ്ടത്. അന്ന് അടുത്ത് വന്ന് നോക്കുമ്പോൾ വണ്ടി മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യില്ല, അപ്പുറത്തെ വീട്ടിലെ ഓമനേട്ടിനെയും വിളിച്ചു. അവർ 3 പേരും കൂടി വന്ന് തീ കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴേക്ക് വെള്ളം ഒഴിച്ച് തീ കെടുത്തി. നോക്കുമ്പോൾ വീട്ടിലേക്ക് കയറി പിടിക്കാൻ തുടങ്ങിയിരുന്നു. ഇല്ലെങ്കിൽ കണ്ടില്ലായിരുന്നെങ്കിൽ വീട്ടിലേക്കും കൂടി കയറി പിടിച്ചു. ഇടവേള. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് ചെർപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകി. KPCC മെമ്പർ ശ്രീ സംഗീത സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വാദ്യഘോഷങ്ങളോടുകൂടിയാണ് JB മേത്തർ MP നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് ചെർപ്പുളശ്ശേരിയിൽ സ്വീകരണം നൽകിയത്. മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. മഹിളാ കോൺഗ്രസ് ചെർപ്പുളശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീലജ വാഴക്കുന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കവിത മണികണ്ഠൻ, പുണ്യകുമാരി, ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദു നാരായണൻ, മറ്റ് ഭാരവാഹികളായ ഷീജ അശോകൻ, രശ്മി സുബീഷ്, രജനി ദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. DCC മെമ്പർ PP വിനോദ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നിരാണി തുടങ്ങിയവരും പങ്കെടുത്തു. വെട്ടത്തൂർ കരിങ്കല്ലത്താണി റോഡിൽ അരക്കുപറമ്പ് കുറ്റിപ്പുളി ഭാഗത്തെ റോഡിന് ഇരുവശവുമുള്ള ഗർത്തങ്ങൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. റോഡിൽ നിന്നും 10 അടിയോളം താഴ്ചയുള്ള ഈ ഭാഗത്ത് സംരക്ഷണ വേലികളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല.
കോഴിക്കോട് പാലക്കാട് ദേശീയപാത കരിങ്കല്ലത്താണിയിൽ നിന്നും വെട്ടത്തൂരിലേക്കുള്ള റോഡിൽ അരക്കുപറമ്പ് കുറ്റിപ്പുളി ഭാഗത്താണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയായി റോഡിനിരുവശവും ഗർത്തങ്ങളുള്ളത്. റോഡിൽ നിന്നും 10 അടിയോളം താഴ്ചയുണ്ട് ഗർത്തങ്ങൾക്ക്. BMC ചെയ്ത് നവീകരിച്ച റോഡായതിനാൽ മിക്ക വാഹനങ്ങളും അതിവേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത്. 2 വലിയ വാഹനങ്ങൾ നേർക്കുനേർ വന്നാൽ കഷ്ടിച്ച് കടന്നുപോകാനുള്ള സ്ഥലം മാത്രമാണ് ഇവിടെയുള്ളത്. റോഡ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്ന സമയത്ത് സംരക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. 3 കൽവർട്ടുകൾക്ക് അനുബന്ധമായി നിർമ്മിച്ച ചെറിയ കൽക്കെട്ടുകൾ മാത്രമേ ഇവിടെയുള്ളൂ. സംരക്ഷണ വേലികൾ മാത്രമല്ല, മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ദേശീയപാതയിൽ നിന്നും വെട്ടത്തൂർ, മേലാറ്റൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗമാണ് ഈ റോഡ് എന്നതിനാൽ ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. കൂടാതെ പെരിന്തൽമണ്ണയിൽ നിന്നും വെട്ടത്തൂരിലേക്ക് നിരവധി സ്വകാര്യ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ച് മുഴുവൻ വീടുകൾക്കും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ബാഗുകൾ വിതരണം ചെയ്തു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യമായി മാറുന്ന പലതും നമുക്ക് വളരെ വേണ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ എല്ലാവർക്കും വേണ്ടപ്പെട്ടത് പല സന്ദർഭങ്ങളിൽ ആവശ്യം കഴിഞ്ഞാൽ അഥവാ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി വരുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സംസ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. ആ മാറ്റത്തിന് നമ്മുടെ നാട്ടിൽ വേഗത കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിലെ ഭടന്മാരായി പ്രവർത്തിക്കുന്ന അഥവാ അതിന് നേതൃത്വം നൽകുന്നവരായിട്ടുള്ള ഏറ്റവും നാടിൻ്റെ ശുചിത്വ പ്രവർത്തനങ്ങളുടെ മുഖമായി നിൽക്കുന്നവരാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. 8000 വീടുകൾക്കാണ് ബാഗ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ അനസ് പമ്പ്ര, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത, പഞ്ചായത്ത് അംഗങ്ങളായ C വിജിത, നിഷാരാമൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശിവശങ്കരൻ കരിയോട്, വിജയൻ മലയിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കരീം രാജാമണി, VO രാംജിത്ത് എന്നിവർ സംസാരിച്ചു. SYS പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലാശയ ശുചീകരണത്തിന് തുടക്കമായി. വല്ലപ്പുഴ പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ മുടുക്കുന്നിക്കുളം ശുചീകരിച്ചുകൊണ്ട് സോൺ തല ഉദ്ഘാടനം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റഫീഖ പറക്കാടൻ നിർവഹിച്ചു. ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് SYS പട്ടാമ്പി സോൺ കമ്മിറ്റി ജലാശയ ശുചീകരണത്തിന് തുടക്കം കുറിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി മെയ് 31 വരെ സോൺ പരിധിയിലെ 6 സർക്കിളുകളിൽ ശുദ്ധജല വിതരണം, യൂണിറ്റ് പരിധിയിലെ വീടുകൾ കേന്ദ്രീകരിച്ച് 2000 തണ്ണീർക്കുടം സ്ഥാപിക്കൽ, പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും വിധം തണ്ണീർ പന്തൽ സ്ഥാപിക്കൽ, ക്യാമ്പയിൻ സന്ദേശം ഉൾക്കൊള്ളുന്ന ലഘുലേഖ വിതരണം, ബോധവൽക്കരണം, കുടിവെള്ള പദ്ധതി സമർപ്പണം തുടങ്ങിയ പരിപാടികൾ നടക്കും. ഈ ചൂട് ശക്തമായ വേനൽക്കാലത്ത് മനുഷ്യരും നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷിമൃഗാദികൾ ഉൾപ്പെടെ ദാഹജലത്തിനും നിത്യോപയോഗത്തിനും വെള്ളം കിട്ടാതെ നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു തിരിച്ചറിവിലാണ് ഈ ഓരോ ഉഷ്ണകാലത്തും ശുദ്ധജല വിതരണം ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കുള്ള പൊതുജലാശയങ്ങളുടെ ശുചീകരണം ഉൾപ്പെടെയുള്ള പക്ഷിമൃഗാദികൾക്ക് തണ്ണീർക്കുടങ്ങൾ ഉൾപ്പെടെയുള്ള ജലസംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ SYS ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തിവരുന്നു. നമ്മുടെ പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ സർക്കിളിലെ മുടുക്കുന്നിക്കുളത്താണ് ഇന്ന് ജലാശയ ശുചീകരണം നടക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രകൃതി കനിഞ്ഞേകിയ ഇതുപോലെയുള്ള കുളങ്ങളും ജലാശയങ്ങളും പുഴകളും അത് മാലിന്യങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കി വരുന്ന തലമുറകളിലേക്ക് കൈമാറുക എന്നത് മനുഷ്യരായ നമ്മുടെ ഒരു സാമൂഹിക ബാധ്യതയാണ്. ചടങ്ങിൽ SYS പട്ടാമ്പി സോൺ പ്രസിഡന്റ് ഉസ്മാൻ സഖാഫി കോഴിക്കോട്ടിരി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സായദി, SYS ജനറൽ സെക്രട്ടറി UA റഷീദ് അസരി, ജില്ലാ ഡയറക്ടറേറ്റ് അംഗം സിദ്ദിഖ് സഖാഫി, സാമൂഹികം സെക്രട്ടറി നിസാമുദ്ദീൻ സഖാഫി, ക്യാബിനറ്റ് അംഗം മുസ്തഫ അർഷദി, റഫീഖ് സഖാഫി, അജ്മൽ ഹാദി, ഹബീബ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി. ജിദ്ദയിൽ മരണപ്പെട്ട അലനല്ലൂർ കൂമഞ്ചിറ സ്വദേശി പിലായിത്തൊടി ഷൗക്കത്ത് അലിയുടെ കുടുംബത്തിന് KMCC സുരക്ഷാ സ്കീമിന്റെ സാമ്പത്തിക സഹായം. തുക N ഷംസുദ്ദീൻ MLA കുടുംബത്തിന് കൈമാറി. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് നാട്ടിലെത്തി ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് 1 മാസം മുന്നേ ഷൗക്കത്ത് അലി മരിച്ചത്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് KMCCയുടെ നാഷണൽ സ്കീം 12 ലക്ഷം രൂപ നൽകുന്നത്. ആദ്യ ഗഡുവായി സെൻട്രൽ കമ്മിറ്റിയുടെ 5 ലക്ഷം രൂപ N ഷംസുദ്ദീൻ MLA വ്യാഴാഴ്ച കൂമഞ്ചിറയിൽ വെച്ച് കുടുംബത്തിന് കൈമാറി. ഒരാളുടെ മരണത്തിന് പകരം നമ്മൾ എന്ത് കൊടുത്താലും അത് പകരാമല്ലോ. പക്ഷെ തൽക്കാലം ആ കുടുംബത്തിന്റെ
സാമ്പത്തിക പ്രതിസന്ധി, അതിൽ നിന്നെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ ഇത്തരം സന്ദർഭങ്ങളിൽ കഴിയണം. അതിന് KMCC തന്നെ സ്വന്തമായി പദ്ധതികൾ ഉണ്ടാക്കി. ഇപ്പോൾ 2 കമ്മിറ്റികളുടെ പദ്ധതികളിൽ നിന്നായി ഈ കുടുംബത്തിന് 12 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വിയോഗം മൂലം ലഭിക്കും. അതുകൊണ്ട് എല്ലാമായിരുന്നല്ല, തൽക്കാലം ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾക്ക് ആ കുടുംബത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. നാഷണൽ കമ്മിറ്റി നൽകാനുള്ള 7 ലക്ഷം രൂപ 1 മാസത്തിനുള്ളിൽ കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുസ്ലിം ലീഗ് കൂമഞ്ചിറ യൂണിറ്റ് പ്രസിഡന്റ് നാസർ മുതുകുറ്റി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, മുസ്ലിം ലീഗ് അലനല്ലൂർ മേഖലാ സെക്രട്ടറി ഉസ്മാൻ കൂരിക്കാടൻ, ജിദ്ദ KMCC മണ്ണാർക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹനീഫ അലനല്ലൂർ, ചെയർമാൻ ബഷീർ നാലകത്ത്, ട്രഷറർ റഷീദ് കൊമ്പം, സിദ്ദിഖ് കൊടപ്പന, അലി ഹാജി, ഉമ്മർ കപ്പൂരാൻ തുടങ്ങിയവർ പങ്കെടുത്തു. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ MSF മങ്കട മണ്ഡലം സമ്മേളനത്തിൽ CH മുഹമ്മദ് കോയ സംസാരിച്ചു. MSF മങ്കട മണ്ഡലം ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള AI വീഡിയോ തയ്യാറാക്കിയത്. രാമപുരത്താണ് മണ്ഡലം സമ്മേളനം നടന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളുടെ CH മുഹമ്മദ് കോയ. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലെത്തിയിരിക്കുന്നത്. മങ്കട എനിക്കൊന്നും ഒരു ഹൃദയ വികാരമാണ്. മങ്കടയുടെ മക്കൾ എന്ന് പറയുമ്പോൾ അതെന്റെ മക്കൾ തന്നെയാണ്. അന്ന് നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സ്കൂളിലെത്തിക്കാൻ നാം ഒരുപാട് പ്രയത്നിച്ചു. ഘട്ടം ഘട്ടമായി നമ്മൾ അതിൽ വിജയിച്ചു. ഇന്ന് നമ്മുടെ പെൺകുട്ടികളെ കൊണ്ട് കലാലയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. മനസ്സ് നിറയുന്ന കാഴ്ച തന്നെയാണത്. അത് ഇനി ഒരു പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ മക്കൾ ലോകം കീഴടക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗ് പാർട്ടിയും ഈ ഹരിത പതാകയും എന്നും കൂടെയുണ്ടാകും. നിർത്തട്ടെ സുഹൃത്തുക്കളെ, പഠിക്കുക, പഠിക്കുക, നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക. അസ്സലാമു അലൈക്കും. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ചെർപ്പളശ്ശേരിയിൽ ആരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KKA അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് റവന്യൂ ജില്ല കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് പ്രവർത്തനങ്ങൾ ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ആരംഭിച്ചു. തൻഹീദ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KKA അസീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കരീം മുട്ടുപാറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MT സൈനുലാബുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മൻസൂർ മാടമ്പാട്ട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൂറുൽ അമീൻ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, VA റസാഖ്, സൽമാൻ കുടമംഗലം, അലി ആര്യമ്പാവ്, അബ്ദുറബ് KA, M ഹസനത്ത്, ഡോക്ടർ സെലീന എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ടൗൺ പാർക്കിലേക്ക് ചെടികളും തണൽ വൃക്ഷങ്ങളും നൽകി പരിസ്ഥിതി പ്രവർത്തകൻ മുരളീധരൻ വേളേരി മഠം. മുഹമ്മദ് മൂസിൻ MLA ഏറ്റുവാങ്ങി. പട്ടാമ്പിയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പട്ടാമ്പി ടൗൺ പാർക്കിലേക്ക് ആവശ്യമുള്ള ചെടികളും തണൽ മരങ്ങളും വനമിത്ര പുരസ്കാര ജേതാവ് മുരളീധരൻ വേളേരി മഠം കൈമാറി. മേലെ പട്ടാമ്പി വേളേരി മഠത്തിൽ നടന്ന പരിപാടിയിൽ മുഹമ്മദ് മൂസിൻ MLA വസ്തുക്കൾ ഏറ്റുവാങ്ങി. വിദേശ ഇനത്തിൽപ്പെട്ട പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ, തണൽ വൃക്ഷങ്ങൾ എന്നിവയാണ് നൽകിയത്. 50ഓളം സസ്യങ്ങൾ കൈമാറി. അടുത്ത ദിവസങ്ങളിൽ ഇവ പട്ടാമ്പി ടൗൺ പാർക്കിൽ സ്ഥാപിക്കും. നിലവിൽ പട്ടാമ്പി ടൗൺ പാർക്കിന്റെ പ്രവൃത്തികൾ അന്തിമ ഘട്ടത്തിലാണ്. നമ്മുടെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴക്ക് സൈഡിലായിട്ട് പുതിയ പാർക്ക് MLA ഫണ്ടിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. പൂർണ്ണമായി MLA ഫണ്ടിൽ നിർമ്മിക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ആ പാർക്ക് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വനമിത്ര അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ മുരളി വേളേരി മഠം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലം അദ്ദേഹം പരിപാലിച്ച നിരവധിയായിട്ടുള്ള ചെടികൾ
അതിനുവേണ്ടി പിന്നെ പാർക്കിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം ദീർഘകാലമായി തണൽ മരങ്ങളും അതുപോലെ തന്നെ മറ്റു പിന്നെ പാർക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അലങ്കാര ചെടികളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഏറ്റവും നന്നായി പരിപാലിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ 1983 10ാം ക്ലാസ് ബാച്ചിന്റെ 13ാമത് സ്നേഹസംഗമം പെരിങ്ങോട് വെച്ച് നടന്നു. മൺമറഞ്ഞു പോയ സഹപാഠികളെയും ഗുരുനാഥന്മാരെയും ചടങ്ങിൽ അനുസ്മരിച്ചു. 4 പതിറ്റാണ്ടിനു ശേഷവും പഴയ കൂട്ടുകാരെല്ലാം അതേ ഊർജ്ജസ്വലതയോടെയും പ്രസരിപ്പോടെയുമാണ് വീണ്ടും ഒത്തുചേർന്നത്. ചടങ്ങിൽ റിട്ടയർഡ് ജോയിന്റ് RTO സി മോഹനൻ അധ്യക്ഷനായി. കൃഷ്ണ എസ് ഗുപ്ത, സതീഷ് NK, സി നാരായണൻ, ശാന്തകുമാരി, രാജൻ, കാർത്തിക, പ്രഭാകരൻ, ബാലസുബ്രഹ്മണ്യൻ, ശൈലജ എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. കഴിഞ്ഞ സംഗമത്തിലെ ബെസ്റ്റ് പെർഫോമർമാർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പങ്കെടുത്ത ആളുകളിൽ 10 പേർക്ക് ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കരിമ്പുഴ തോട്ടര സയ്യിദ് ഹൈദ്രോസ് കോയ തങ്ങളുടെ 53ാമത് ആണ്ട് നേർച്ച മെയ് 2, 3 തീയതികളിൽ നടക്കും. PA തങ്ങൾ കൊടി ഉയർത്തി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. തോട്ടര മഹല്ല് ഖാസി S മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, U കുഞ്ഞൈമു, ഹബീബ് തങ്ങൾ, KK ഹൈദർ, N മുഹമ്മദ് ഹാജി, ഷൗക്കത്ത്, ആഷിഖ് അൻവരി, താഹിർ തങ്ങൾ, സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങൾ, ഹിഷാം തങ്ങൾ, ആറ്റക്കോയത്തങ്ങൾ, S അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. രാത്രി 8 മണിക്ക് മജ്ലിസുന്നൂർ നടന്നു. ശനിയാഴ്ച രാത്രി 8 മണി മുതൽ മൗലീദ് പാരായണം, ദുആ സമ്മേളനം, അന്നദാനം, റിഫായി റാത്തീബ് എന്നിവ നടക്കും. ഷോർട്ട് ന്യൂസ്. ഒറ്റപ്പാലം, വരോട് 1, 2, 35, 36 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതർക്ക് നിവേദനം നൽകുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NK ജയരാജൻ, മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ N വിജയകുമാർ, M മുഹമ്മദ് ബാപ്പു, മണ്ഡലം കമ്മിറ്റി നേതാക്കളായ P സുബ്രഹ്മണ്യൻ, A മൂസ, K ഹംസ, C വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലനല്ലൂർ കാട്ടുകുളം അങ്കണവാടിക്ക് സ്വന്തമായ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നാട്ടുകാരനുമായ ബഷീർ തെക്കന്റെ ശ്രമഫലമായാണ് 2024-25 വാർഷിക പദ്ധതിയിൽ തുക അനുവദിച്ചത്. ആലയൻ സൈനുദ്ദീൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന് ബഷീർ തെക്കൻ കുറ്റിയടിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. നാട്ടുകാർ ഭീതിയിൽ. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണ് അപകടം. ഒരു കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറും തകർന്നു. ആളുകൾ ഓടിമറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ അമ്മയും മകനും മരിച്ചു. മാട്ടുമന്ത സ്വദേശി അഞ്ജു, മകൻ 2 വയസ്സുള്ള ശ്രീയാൻ ശരത് എന്നിവരാണ് മരിച്ചത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 2 ബ്രാഞ്ച് കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. മണ്ണാർക്കാട് ടൗൺ A, B ബ്രാഞ്ച് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. ബ്രാഞ്ചിൽ അംഗങ്ങളുടെ എണ്ണം കുറവെന്ന് ലോക്കൽ സെക്രട്ടറി.
കാലാവധി കഴിഞ്ഞിട്ടും കെട്ടിടം ഒഴിയാത്തതിൽ കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ വിദേശ മദ്യശാലയിലെ ജീവനക്കാരെ കെട്ടിട ഉടമ പൂട്ടിയിട്ടു. കെട്ടിടത്തിൽ കുടുങ്ങിയ ജീവനക്കാരെ മോചിപ്പിച്ചത് പോലീസ് എത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.